സംസ്ഥാന സർക്കാരുകളുടെ ഇലക്ഷൻ ബമ്പർ പ്രഖ്യാപനം. വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികയും ആനുകൂല്യ വിതരണവും മുൻകൂർ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചു. വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുന്നത് വമ്പൻ തുക വിതരണമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം മുൻകൂർ അടിസ്ഥാനത്തിൽ തന്നെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളുടെ വർധനവും കുടിശ്ശിക തീർത്തുള്ള വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, ഇവർക്ക് പുറമെ NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾ, കെട്ടിട നിർമ്മാണ മേഖലകളിൽ പെൻഷൻ തുക വാങ്ങുന്ന ആളുകൾ എന്നിവരിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും. നിലവിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ഗുണഭോക്താക്കൾക്കും പരമാവധി 4000 രൂപ വരെ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പെൻഷൻ തുക കുറഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ ഗഡുവായ 4000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തും. സാങ്കേതിക തകരാർ മൂലമാണ് ഒരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിക്കാതെ പോയത്. ഇവർക്കുള്ള വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായി കിടക്കുന്ന 6 മാസത്തിലെ പെൻഷൻ തുകയായ 9600 രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ധനസഹായം PM കിസാൻ സമ്മാൻ നിധി 6000 രൂപ നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായി കൃഷിഭൂമി ഉണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന 3000 രൂപ വീതമുള്ള പെൻഷൻ പദ്ധതിയും നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ പേരുകൾ കൊടുത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണ്. 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പ്രതിമാസം 3000 രൂപ വീതം കേന്ദ്ര സർക്കാരിന്റെ പെൻഷനായിട്ട് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിൽ തടസ്സവുമില്ല. ഇത്തരത്തിൽ വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന പേരിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കർഷകരുടെ, എൻറോൾ ചെയ്ത കർഷകരുടെ വിവരങ്ങളും കാണാൻ സാധിക്കും. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മറ്റ് ക്ഷേമനിധിയിലൊന്നും അംഗങ്ങളല്ലാത്ത വ്യക്തികൾക്കെല്ലാം ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത് ചെയ്യുന്നതിന് സർക്കാർ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 18 മുതൽ 40 വയസ്സിനുമിടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്കും ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയൊന്നും ഉണ്ടാവാനും പാടില്ലാത്തവരുമായിരിക്കണം. ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ പദ്ധതിയിൽ ക്ഷേമനിധി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് അംശാദായം ഇതിലേക്ക് അടയ്ക്കേണ്ടതായുണ്ട്. ഏറ്റവും ചെറിയ അംശാദായത്തിന്, അതായത് 55 രൂപയിൽ പ്രതിവർഷം നമുക്ക് 3000 രൂപ വീതം 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷനാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നത്. 18 വയസ്സിൽ ചേരുമ്പോഴാണ് 55 രൂപ പ്രതിമാസം അടയ്ക്കേണ്ടത്. ഇനി നമ്മൾ ചേരുന്ന പ്രായപരിധി അനുസരിച്ച് തുകയിൽ വർധനവ് ഉണ്ടായേക്കാം. 200 രൂപ വരെയാണ് പരമാവധിയുള്ള വർധനവ്. അതായത് 40-ാം വയസ്സിൽ ചേരുമ്പോഴാണ് 200 രൂപ അടയ്ക്കേണ്ടി വരിക. 29-ാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 100 രൂപ വീതം പ്രതിമാസം അടയ്ക്കേണ്ടതാണ്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാർ അടയ്ക്കുകയും പിന്നീട് ഇത് ഒരുമിച്ച് 3000 രൂപ വീതം നമുക്ക് പ്രതിമാസം പെൻഷനായി, സാമൂഹിക സുരക്ഷാ പെൻഷനായിട്ട് കേന്ദ്ര സർക്കാർ നൽകുകയുമാണ് ചെയ്യുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, കർഷകന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, നോമിനി ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലയ്ക്ക് പുറമെ വിവിധ മേഖലകളിൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക്, ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും 3000 രൂപ വീതം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയുമുണ്ട്. അത് ശ്രം യോഗി മൻധൻ യോജന എന്ന പേരിൽ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പെൻഷൻ പദ്ധതിയാണ്. ഇതിലേക്കെല്ലാമുള്ള രജിസ്ട്രേഷൻ കോമൺ സർവീസ് സെന്ററുകൾ വഴി ഇപ്പോൾ തന്നെ നടത്താവുന്നതാണ്. 3000 രൂപ വീതം ഓരോ ഗുണഭോക്താവിന്റെയും ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇത്തരത്തിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.